കോൺഗ്രസ്സിലെ ആന്റണി വിഭാഗമായിട്ട് യോജിച്ചിട്ടുണ്ട്. നാളെ യഥാർത്ഥ കോൺഗ്രസ്സുമായി യോജിക്കത്തില്ലെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? നാളെ യോജിക്കും. തമിഴ്നാട്ടിൽ യോജിച്ചിരിക്കുകയല്ലേ, ലീഗുമായിട്ട് യോജിച്ചിരിക്കുകയല്ലേ? അല്ലെന്ന് ചോദിക്കുകയാണ്. ജി സുധാകരൻ കോൺഗ്രസിൻ്റെ ചെളിക്കുണ്ടി വീടെന്ന് പറഞ്ഞ മഹാന്മാരെ, നിങ്ങളെ എവിടെയാണ് വീടിരിക്കുന്നത്? തമിഴ്നാട്ടിൽ. അത് ചെളിക്കുണ്ടല്ല, അവിടെ അത് ആവശ്യമായിരുന്നു. രാജസ്ഥാനിൽ ഒരു പാർലമെൻറ്റ് സീറ്റ് കിട്ടിയത് കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ടല്ലേ? CPM-ൻ്റെ സ്വന്തം പിന്തുണയിൽ ഒരേ ഒരു സീറ്റല്ലേ കിട്ടിയത്? ഇതൊക്കെ ഓർക്കണം, നമ്മളെല്ലാം ഓർക്കണം നമ്മുടെ പ്രസ്ഥാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു. 62 സീറ്റുണ്ടായിരുന്ന പാർലമെൻറ്റിൽ ഇടതുപക്ഷം 4-6 സീറ്റ്, 2 സീറ്റ് CPI, 4 സീറ്റ് CPIM, 5 സീറ്റ് കേരളത്തിന് വെളി. ഇതെല്ലാം പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിക്കപ്പെടാണ് ആരാണെന്ന് ഉയർത്തിക്കൊണ്ടുവരിക. ആര് ഉയർത്തിക്കൊണ്ടുവരിക എനിക്കറിയില്ല. ഉയർത്തിക്കൊണ്ട് വന്ന ലക്ഷണം കാണിക്കേണ്ട ഇങ്ങനെയല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് സംസാരിക്കത്തേയില്ല. പക്ഷേ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ എൻ്റെ അച്ഛനെ വിളിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ അവിടെ. സത്യം പറയുകയാണ്. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ ചന്ദനബാബു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, എൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. ഞാൻ അയാളുടെ അച്ഛനെ കാണാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത്ര എനിക്ക് പറയാം. ഇതൊക്കെ ശരിയാണ് സാർ. പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വാറടിക്കാനൊരു യോഗ്യതയില്ലെന്ന് ഇവിടെ MLA ആയിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ മുണ്ടിരിയണമെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. സാർ, ഞാൻ ആരുടെയും ചെരുപ്പിൻ്റെ വാറടിക്കാൻ യോഗ്യത ക്വാളിഫൈഡ് ലിസ്റ്റ് ഞാനില്ല സാർ. എന്നെ അഭിമാനിക്കുന്നു അതിനകത്ത്. തമ്പുരാക്കന്മാരുടെ ചെരുപ്പിൻ്റെ വാറാണ് പണ്ട് ഭൃത്യന്മാർ അഴിച്ചിരുന്നത്. നമ്മുടെ ആരുടെയും ചെരുപ്പിൻ്റെ വാറ് നമ്മളല്ലാതെ ആരും അഴിക്കും. ഇതൊക്കെയാണ് സാർ ഭാഷ, ഫ്യൂഡൽ ഭാഷ, സബർഡിനന്മാരുടെ ഭാഷ. ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയല്ല. ചെറ്റക്കുടിലും ചെറ്റപ്പുരകളിലും താമസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ വോട്ടർമാരിൽ ഭൂരിപക്ഷവും. അവിടെയാണ് P. കൃഷ്ണപിള്ള EMS ഒക്കെ ഓടിച്ചിരുന്നത്. അവരാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്. അതൊക്കെ ഇന്ന് ചരിത്ര കഥകൾ മാത്രമാണ്. ഇന്നത് പ്രാവർത്തികമല്ല, നേരെ വിപരീതമായതുകൊണ്ടാണ് ഞാൻ ഇനി ഇറങ്ങിപ്പോകുന്നത്. അല്ല, എന്നെ ആരും പുറത്താക്കിയതോ ഞാൻ രാജിവെച്ചതോ ഒന്നുമല്ല. അതുകൊണ്ട് എന്നോട് ആർക്കും വിരോധം തോന്നേണ്ട കാര്യമില്ല. ഞാൻ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം പറയുക.